യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയെ കുറിച്ചാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചൊന്ന് ആരംഭിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതവും സമയവും എല്ലാം മാറ്റിവെച്ച ഒരു ജീവിതമായിരുന്നു സിസ്റ്റർ റാണി മരിയയുടേത്. ത്യാഗനിർമ്മലമായ ഒരു ജീവിതമായിരുന്നു. ആ യേശുവിനെ പോലെ പാവപ്പെട്ടവർക്കും അഗതികൾക്കും എല്ലാം വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നുള്ള ആ ഒരു വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് 54 കുത്തുകളേറ്റ് രക്തസാക്ഷിത്വ മകുടം ചൂടാൻ കൃപ നൽകിയ ദൈവം സിസ്റ്റർ റാണി മരിയയെ വഴി ലൂക്ക 4:18-19 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോ സിനഗോഗിൽ ആദ്യമായി തുറന്നു വായിച്ച വചനഭാഗമാണ് സിസ്റ്ററിൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച വചനം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഈ ഒറ്റ വചനം ജീവിതത്തിൽ പ്രചോദനമായി തീരുകയും തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷയിലൂടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഔദ്യോഗിക ജീവിതത്തിലെ എല്ലാം മുഖമുദ്രയായിട്ട് ഈ വചനം സ്വീകരിക്കുകയും അങ്ങനെ ഒരു മിഷണറിയായി ജീവിതത്തിലെ ദരിദ്രരോടും സുവിശേഷം പ്രസംഗിക്കുവാനും ബന്ധിതർക്ക് മോചനവും അന്ധകാരത്തിൽ കഴിഞ്ഞ വ്യക്തികൾക്ക് വെളിച്ചവും കൊടുക്കാനായിട്ട് അടിച്ചമർത്തപ്പെട്ട വ്യക്തികൾക്ക് സ്വാതന്ത്ര്യവും അങ്ങനെ കർത്താവിനെ സ്വീകരിക്കാൻ അവരോരോരുത്തരുടെ ജീവിതത്തെയും ഒരുക്കിയ ഒരു മിഷണറിയായി തീരാനായിട്ട് സിസ്റ്റർ റാണി മരിയയ്ക്ക് സാധിച്ചു. ആദിവാസി മേഖലയിലും അമ്മമാരുടെയും കുഞ്ഞുങ്ങളിലേക്ക് ആരോഗ്യം ഉള്ളവരായി തീരുവാനും ജന്മിമാർ ആദിവാസി മേഖലയിലുള്ള വ്യക്തികളെ ഒരു സാധാരണ മനുഷ്യരെ പോലെ ഒരിക്കലും കരുതിയിരുന്നില്ല. അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു മാംസപിണ്ഡമായിട്ടാണ് ആ വ്യക്തികളെയെല്ലാം പരിഗണിച്ചിരുന്നത്. അവരുടെ ജീവിതം മൊത്തം ചൂഷണത്തിന് വിധേയരായ ഒരു ജീവിതമായിരുന്നു. അങ്ങനെ ഇവരുടെ പേരിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും തട്ടിയെടുത്തുകൊണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന അവർ എന്നും കടബാധയിൽ ജീവിതമാക്കി തീർക്കുകയും എത്ര അടച്ചു വീട്ടിയാലും ആ കടം തീരുകയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ജന്മിമാരുടെ അടിമത്ത സ്വഭാവത്തിൽ നിന്ന് വിദ്യാഭ്യാസമില്ലാതിരുന്ന ആ ദേശത്ത് പണം കടം കൊടുത്ത് അവരെല്ലാം അടിമകളാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ആ ആദിവാസി മേഖലയിൽ ഉണ്ടായിരുന്നത്. എല്ലാ കാലത്തും അവർ ദരിദ്രരായി തീരാനും അവർക്ക് വേണ്ട ജന്മിമാർക്കെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു ജീവിതമായി ആ ആദിവാസി മേഖലയിലുള്ള വ്യക്തികളെ തീർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരെല്ലാം രക്ഷയിലേക്ക് ആനയിക്കാനായിട്ട് തൻ്റെ ജീവിതം മുഴുവൻ മാറ്റി വെച്ച ഒരു മനുഷ്യസ്നേഹിയും ആയിരുന്നു
സിസ്റ്റർ റാണി മരിയ. 18-ാം വയസ്സിലെ സന്യാസ ജീവിതം ആരംഭിച്ച് അനാഥർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി 23 വർഷത്തെ സേവന നിർഭരമായ ജീവിതം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും സമൂഹങ്ങളിൽ എന്തായാലും ദുരാചാരങ്ങൾ, സാമൂഹ്യ അനീതിക്കെതിരെ സധൈര്യം ശബ്ദമുയർത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു സിസ്റ്റർ റാണി മരിയ. അങ്ങനെ വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സിസ്റ്റർ ഈ സാഹസയാത്രയിലൂടെ തരണം ചെയ്തുകൊണ്ട് സധൈര്യം വിശപ്പും ആഹാരവും വെയിലും മഴയും വെയിലുമെല്ലാം അതിജീവിച്ചുകൊണ്ട് നീണ്ട മണിക്കൂറുകൾ യാത്ര ചെയ്ത് തൊഴിൽരഹിതർക്കും ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്കും സ്വാതന്ത്ര്യവും ശിശുക്കൾക്ക് സംരക്ഷണവും ബാലന്മാർക്ക് വിദ്യാഭ്യാസവും ആയിത്തീരാനായിട്ട് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി കൈത്തൊഴിൽ ചെറുകിട വ്യവസായ സംഘങ്ങളൊക്കെ ആരംഭിക്കാനും അത് നടപ്പിലാക്കാനും സിസ്റ്ററിൻ്റെ ശ്രമഫലമായി വ്യക്തികളിലും കുടുംബങ്ങളിലും ശുചിത്വം വർദ്ധിച്ചു വരികയും കുടുംബകലഹങ്ങളിൽ കഴിഞ്ഞിരുന്നവരെ നിരാശയിൽ കഴിഞ്ഞിരുന്ന ജീവിതത്തെ അത് അവർക്ക് ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പ്രാർത്ഥനയും പ്രവർത്തനവും വഴി അവരുടെ ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്താനായിട്ട് ഉള്ള കഴിവ് നേടിയെടുക്കാനായിട്ട് സിസ്റ്റർ റാണി മരിയ സ്വന്തം ജീവിതത്തിലൂടെ അവർക്ക് വേണ്ടി മാറ്റിവെച്ചൊരു ജീവിതമായിരുന്നു സിസ്റ്റർ റാണി മരിയയുടേത്. അതിനുവേണ്ടി ഗ്രാമങ്ങളിലും കോളനികളിലുമെല്ലാം പ്രാർത്ഥന സമ്മേളനങ്ങൾ, കല എന്നിവയിലൂടെയെല്ലാം ദൈവവിശ്വാസം മറ്റുള്ളവർക്ക് വളർത്തി കൊടുക്കാനായിട്ട് സിസ്റ്റർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ജീവിതത്തിലൂടെ. അങ്ങനെ 8 വർഷത്തെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ 70-ൽ പരം ഗ്രാമങ്ങളെ സമുദ്ധരിക്കാനായിട്ട് സിസ്റ്റർ റാണി മരിയയ്ക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സുത്യർഹമായ ഒരു കാര്യമാണ്. നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരിലും പാവപ്പെട്ടവരിലും അഗതികളിലും അനാഥരിലുമെല്ലാം ഈശോയെ കണ്ടുമുട്ടാനായിട്ട് അവർക്ക് വേണ്ടി ശബ്ദമായി തീരാനായിട്ട് അനീതിക്കെതിരെ സധൈര്യം ശബ്ദമുയർത്താനായിട്ട് എന്തു കണ്ടാലും അത് കണ്ടില്ലെന്ന പോലെ മിണ്ടാതെ പോകാതെ അതിനുവേണ്ടി പാവപ്പെട്ടവരെ വശം ചേരുവാനും അവരെ കൊണ്ടുവരാനായിട്ട് നമ്മെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്യാനായിട്ട് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം നമുക്കും പ്രചോദനമായി തീരട്ടെ. അങ്ങനെ അവരെല്ലാം പണം സ്വരൂപിക്കാനുള്ള ഒരു മാർഗം പഠിപ്പിക്കുകയും ജന്മികളടുക്കളേക്ക് കൈനീട്ടി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചൂഷകരുടെ കയ്യിൽ നിന്ന് അവരെ ഓരോരുത്തരെയും മോചിപ്പിക്കുകയും ചെയ്തു. ദൈവസ്നേഹം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അവരെല്ലാം മനുഷ്യരായിട്ട് തീർക്കാനായിട്ട് പലിശക്കാരിൽ നിന്നുള്ള ഒരു മോചനം സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ചയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധം സിസ്റ്റർ റാണി മരിയയ്ക്കുണ്ടായിരുന്നു.
ഒരു സാധാരണ ഒരു സിസ്റ്റർ സ്വധൈര്യത്തോടെ, അസാധാരണമായ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവകൃപയാൽ ആ സിസ്റ്ററിന് അതെല്ലാം സാധിച്ചു. ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് ഈ ലോകത്ത് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് സിസ്റ്റർ തൻ്റെ ജീവിതത്തിലൂടെ സ്വന്തം ജീവൻ പോലും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് ലോകത്തിന് മാതൃകയായി തീരാനായിട്ട് സിസ്റ്റർ തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കൃപയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ കൊലപ്പെടുത്തിയ വ്യക്തി പോലും മാനസാന്തരത്തിലേക്ക് വരുന്ന ഒരു ജീവിതകഥയാണ് സിസ്റ്റർ റാണി മരിയയുള്ളത്. അങ്ങനെ പാവങ്ങളുടെ അമ്മയായി നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെയും പ്രചോദിപ്പിക്കുന്ന ഒരു രക്തസാക്ഷിത്വ വ്യക്തിയായിട്ട് സിസ്റ്റർ റാണി മരിയ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഭാരതസഭയിലും കേരളത്തിൽ ജനിച്ചു വളർന്ന ആദ്യത്തെ രക്തസാക്ഷിയാണ് സിസ്റ്റർ റാണി മരിയ. ക്രിസ്ത്യന് വേണ്ടി രക്തസാക്ഷിയായി ജീവിച്ച് ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിലെ പുല്ലുവഴി എന്ന ഗ്രാമത്തിൽ 1954 ജനുവരി 1 മേരിക്കുഞ്ഞ് എന്ന ഓമന പേരിൽ ഒരു കുഞ്ഞ് ജനിച്ചു. പുല്ലുവഴിയിലെ ബറ്റാലിയൻ കുടുംബത്തിലാണ്. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നത്. പൗലോച്ചനും ഏലിയാമ്മയുമാണ് കുടുംബത്തിലെ അവരുടെ മാതാപിതാക്കള്. അവരെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി മേരിക്കുഞ്ഞ് ജനിച്ചു. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും മക്കളെ വളർത്താനായിട്ട് ആ മാതാപിതാക്കൾക്ക് ഏറെ ശ്രമമുണ്ടായിരുന്നു. മേരിക്കുഞ്ഞ് ആദ്യമായി പഠിച്ച വാക്ക് ഈശോ എന്ന പേരാണ്. വളരും തോറും യേശുനാമം ആ നാവിൽ വളരെ അവൾക്ക് നാവിൽ പാഠമായി തീർന്നു. പള്ളി അടുത്തായിരുന്നത് കൊണ്ട് വെല്ലുമെച്ച് എന്നും പള്ളിയിൽ പോകുമ്പോൾ കുഞ്ഞുമേരിയെയും കൊണ്ടുപോകും. വഴിയിൽ ജപമാല ചൊല്ലിക്കൊണ്ട് യേശുനാമം ഉച്ചരിച്ചുകൊണ്ടുമാണ് അവർ പള്ളിയിലേക്ക് പോയിരുന്നത്. ആ പരിശീലനമാണ് മേരിക്കുഞ്ഞിനെ പ്രാർത്ഥനയിൽ വളരാനായിട്ട് ഏറെ സഹായമായി തീർന്നത്. 7-ാമത്തെ വയസ്സിലാണ് ഈശോയെ സ്വീകരിക്കുന്നത്. അങ്ങനെ സുഹൃജപങ്ങളും ആശടക്കങ്ങളും ഒക്കെ കൊണ്ട് ആ കൊച്ചു ഹൃദയം അലങ്കരിക്കപ്പെട്ടു. അന്നു മുതൽ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്നുള്ള ആഗ്രഹം അവളിൽ മുളപൊട്ടി തുടങ്ങി. എവിടെ പോയാലും എന്ത് ചെയ്താലും യേശുനാമം ജപിക്കുക എന്നത് മേരിക്കുഞ്ഞിൻ്റെ ഒരു പതിവ് സ്വഭാവമായിരുന്നു. നല്ല അനുസരണമുള്ള കുട്ടിയായി മേരിക്കുഞ്ഞ് ആർക്കും എന്ത് സഹായം ചെയ്യാനായിട്ട് ഒരു മടിയുമില്ലാത്ത, പഠനത്തിലും അവൾ വളരെ മിടുക്കിയായിരുന്നു. 12-ാമത്തെ വയസ്സിലാണ് സ്ഥൈര്യലേപനം മേരിക്കുഞ്ഞ് സ്വീകരിച്ചത്. പരിശുദ്ധാത്മാവാണ് നന്മകൾ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധിയിൽ വളരാനായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് മുതൽ സൽപ്രേരണകളൊന്നും അവൾ നിരസിക്കാതെ കൊച്ചു പുസ്തകങ്ങൾ, വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുകയും കൊച്ചു മിഷനറി എന്ന കുഞ്ഞു മാസിക അവൾ ഉറ്റ ചങ്ങാതിയായിട്ട് അത് വായിച്ച് അവൾ മിഷനറി ചൈതന്യം അവൾ ശക്തമായി പാവങ്ങളെയും ഭിക്ഷക്കാരെയും ഏറെ സ്നേഹിച്ചിരുന്ന മേരിക്കുട്ടി പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഏറെ കൊതിച്ചു.
ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ സജീവ പ്രവർത്തിയായിട്ട് ചെറുപ്പം മുതലേ തീരുകയും ചെയ്തു. അങ്ങനെ ചെറുപ്പം മുതലൊക്കെ സാധുക്കളെ സഹായിക്കാനും വേദ പഠന ക്ലാസ്സിലെല്ലാം പോവുകയും അതെല്ലാം പ്രശ്ന തീഷ്ണത അവളുടെ ഉള്ളിൽ ആളിക്കത്തിക്കാനായിട്ട് ഇടയാക്കുകയും ചെയ്തു. അങ്ങനെ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചു കൊണ്ട് നടന്ന അവളെ യേശു തന്നെ വിളിക്കുന്നതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. 4-ാമത്തെ വയസ്സിൽ തന്നെ ആശ കളരിയിൽ അക്ഷരങ്ങളെ പഠിച്ചു തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്ത മേരി കുഞ്ഞ് 1973 ജൂലൈ 3-ാം തീയതി തോമസ് ലിയായുടെ ഓർമ്മ തിരുനാളിൽ മേരിയും സിസിലിയും മഠത്തിൽ ചേരാനായിട്ട് യാത്ര പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരതെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് അവൾ മഠത്തിലേക്ക് ചേരുകയും ചെയ്തു. അങ്ങനെ അവൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പങ്കുവയ്ക്കാനും പ്രാർത്ഥിക്കാനും അങ്ങനെ ആ നല്ല മാതാപിതാക്കളുടെ മാതൃക അവൾക്ക് പ്രചോദനമായി തീർന്നു. വെലിമിച്ചിൽ നിന്ന് പ്രാർത്ഥനയും അമ്മയിൽ നിന്ന് അധ്വാനവും ത്യാഗവും അപ്പനിൽ നിന്ന് ഔദാര്യവും അവളുടെ ജീവിതത്തിൽ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. മെയ് 1-ാം തീയതി സിസ്റ്റർ റാണി മരിയ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് നിത്യവ്രതം ചെയ്ത് സമ്പൂർണ്ണ സമർപ്പിതയായത്. അതോടെ പ്രേക്ഷിത തീഷ്ണതയിൽ അവൾ ആളിപടർന്നു. സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കാനുള്ള ആവശ്യമായുള്ള പരിശീലനം അവൾ നേടിയെടുത്തു. ജീവിത വെല്ലുവിളികളെ നേരിടാനായിട്ട് പ്രാർത്ഥനാ ചൈതന്യം കരുത്തേകി. 1973 എറണാകുളം പ്രൊവിൻസ് വടക്കേ ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ഇതറിഞ്ഞ സിസ്റ്റർ റാണി അധികാരികൾ അനുഗ്രഹത്തോടെ അങ്ങോട്ട് പോയി. തികച്ചും ദരിദ്രരായ ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായ. രോഗവും പട്ടിണിയും അവരെ വേട്ടയാടുന്നു. അജ്ഞത അവരെ അടിച്ചമർത്തപ്പെട്ടിരുന്നു. എങ്ങനെയെങ്കിലും ആ പാവങ്ങളെ രക്ഷിക്കണം. ഊണുമുറക്കുമില്ലാതെ അവൾ അധ്വാനിച്ചു. കാലാവസ്ഥയുടെ കാഠിന്യവും അജ്ഞാതമായ ഭാഷയും ഒന്നും അവൾക്ക് ഒരു തടസ്സമായി വന്നില്ല. അങ്ങനെ സിസ്റ്റർമാരുടെ കൂടെ അവളെല്ലാ ഭവനങ്ങളും കയറിയിറങ്ങി. അവൾ അത്യാവശ്യങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് കുട്ടികൾക്കായി ബാലവാടികളും മുതിർന്നവർക്കായി വിദ്യാഭ്യാസ സമാജങ്ങളും സ്ഥാപിച്ചു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും ധന്യമാകുന്നത്. അങ്ങനെ ഓരോ ദിവസവും കൊച്ചു കൊച്ചു നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണമെന്ന് സിസ്റ്റർ റാണി മരിയ നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പട്ടിണി പാവങ്ങളെ മർദ്ദിതരായ ജന്മിമാരുടെ കയ്യിൽ നിന്ന് എത്ര വേഗം സ്വതന്ത്രമാക്കണം. അതിൻ്റെ ത്യാഗവും സഹിക്കാനായി തയ്യാറായിട്ട് ജീവൻ പോലും രക്ഷിക്കാനായിട്ട് അവൾക്ക് സിസ്റ്റർ റാണി മരിയയ്ക്ക് മടിയുണ്ടായിരുന്നില്ല. അങ്ങനെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആത്മധൈര്യം അവൾക്ക് അതിതീവ്രമായ പ്രാർത്ഥനയിലൂടെ ആത്മധൈര്യം വർദ്ധിച്ചു. എല്ലാ ഓഫീസുകളും കയറിയിറങ്ങി. അവർക്ക് വേണ്ടി ദൈവം കൂടിയുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ
ആരെയും പേടിക്കാതെ അവൾ ഓഫീസിലെല്ലാം കയറി ഇറങ്ങി അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തി, അവർക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി അവൾ പൊരുതി. അങ്ങനെ സിസ്റ്ററിൻ്റെ സമഫലമായി വീടില്ലാത്തവർക്ക് വീടുണ്ടായി, വെള്ളമില്ലാത്തവർക്ക് വെള്ളമായി, വഴിയില്ലാത്തവർക്ക് വഴി വെട്ടി, വൈദ്യുതിയും ഗ്രാമങ്ങളും പ്രകാശിച്ചു തുടങ്ങി. അങ്ങനെ ബൈബിളിലുള്ള കഥകളെല്ലാം കഥകളിലൂടെയും കലകളിലൂടെയും അവർക്ക് പങ്കുവച്ചു. അങ്ങനെ ജാതി വർഗം വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരെയും അവരുടെ സ്വന്തമായി സിസ്റ്റർ ആനി മരിയ അവർക്ക് എല്ലാമായി തീർന്നു. അങ്ങനെ സത്യവും നീതിയും നിറഞ്ഞൊരു ജീവിതം കാഴ്ചവെച്ചു. അങ്ങനെ സിസ്റ്റർ ആനി മരിയ ഒരു തീപണ്ഡമായിട്ട് അവൾ പ്രകാശിച്ചു. അങ്ങനെ അവൾ സ്വയം ആളികെത്തിയ ആ തീപന്തത്തിന് വടക്ക് ഇന്ത്യ മുഴുവനെയും പ്രകാശിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് അവൾ ലോകം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞൊരു വ്യക്തിയാണ്. 1975 അവൾ വടക്കേ ഇന്ത്യയിലേക്ക് പറന്നു. അങ്ങനെ 8 വർഷത്തെ ബിജനൂറിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അവൾ അവിടെ വസിച്ചു. ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് ആ പാവങ്ങളെ അവർ പ്രകാശമേകി. അജ്ഞയുടെ കൂരിരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് അവരെ ഓരോരുത്തരെയും കൈപ്പിടിച്ച് ഉയർത്തി. സമഗ്ര വിമോചകനായ ക്രിസ്തുവിനാഥനെ ദരിദ്രരുടെ ഇടയിൽ അവൾ അവതരിപ്പിച്ചു. പിന്നീട് അവൾ സ്വന്തം സേവനം സാത്ന രൂപതയിലേക്ക് മാറ്റി. അവിടുത്തെ ഓട്ഗഡി എന്ന പ്രദേശത്ത് വലിയ വനഭൂമിയാണ്. അവിടെ ജീവിക്കുന്നത് പാവപ്പെട്ട ആദിവാസി സഹോദരങ്ങളായിരുന്നു. അവർക്ക് പാർപ്പിടമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, കാലാവസ്ഥ അതിശൈത്യവും, മരുന്നിന് പോകാൻ പോലും വഴികളില്ല. കാട്ടുമൃഗങ്ങളെയും പകർച്ചവ്യാധികളുടെയും കൂടെയുള്ള ആക്രമണം അവരുടെ ജീവിതം ദുസ്സഹമാക്കി തീർന്ന ആ ഒരു സ്ഥലത്തേക്കാണ് സിസ്റ്റർ ആനി മരിയ കടന്നു ചെന്നത്. ഏത് ത്യാഗവും സ്വീകരിച്ചുകൊണ്ട് തൻ്റെ വിളിച്ചവനത് വിശ്വസ്തനായി ഇരിക്കാനായിട്ട് ആനി മരിയ ഉത്സാഹിച്ചു. കൂട്ടുകാരി സിസ്റ്ററിനോടൊപ്പം സിസ്റ്റർ ആനി മരിയ എല്ലാ വീടുകളും കയറിയിറങ്ങി. വിശപ്പോ താകുമോ മഴയോ തണുപ്പോ ക്ഷീണമോ തളർച്ചയോ ഒന്നും അവരെ അലട്ടി അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിന്നില്ല. അങ്ങനെ പാവങ്ങളെല്ലാം ചിരിക്കുന്ന സിസ്റ്റർ എന്നൊക്കെയാണ് സാധാരണ ജനങ്ങൾ സിസ്റ്റർ ആനി മരിയെ വിളിച്ചത്. ഏതാനും വർഷത്തെ കഠിനാധ്വാനത്തിലൂടെ ഓട്ഗണ്ടിയിലെ ദരിദ്ര മക്കളെ പ്രകാശത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാനായിട്ട് സിസ്റ്റർ ആനി മരിയയ്ക്ക് സാധിച്ചു. പിന്നെ ഉദയനഗറിലാണ് പിന്നെ ഇത് സേവനത്തിനായിട്ട് പോയത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കരുത്ത് ലഭിച്ചുകൊണ്ട് പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ അവരുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദരിദ്രയിടയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് സിസ്റ്റർ ആനി മരിയയ്ക്ക് സാധിച്ചു. അങ്ങനെ ഉദയനഗറിലെത്തിയ സിസ്റ്റർ ആനി മരിയ തന്റെ ദൗത്യം
ആരംഭിച്ചു. ദരിദ്രജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ കുടുംബങ്ങളെയും സന്ദർശിച്ച് പാവങ്ങൾക്ക് വെള്ളവും വെളിച്ചവും ഭക്ഷണവും പാർപ്പിടവും അക്ഷരമറിയാത്തവർക്ക് അവര് ശൂദ്രശാലികളായ ജന്മിമാര് ബ്ലേഡുകാര് പണവ്യാപാരികളും അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അധികം പേരും കടക്കെണിയില് പെട്ട് എല്ലാം നഷ്ടപ്പെടുത്ത ഒരു അവസ്ഥയായിരുന്നു അവരുടെ ജീവിതങ്ങള്. ദരിദ്ര ഉന്നമനത്തിനായിട്ട് ഗവൺമെന്റ് നൽകുന്ന വായ്പ പദ്ധതികൾ പോലും അവർക്ക് തികച്ചും ആ ഒരു പദ്ധതി പോലും അവർക്ക് അസാധുക്കളായ വ്യക്തികൾക്ക് അജ്ഞാതമായിരുന്നു. അങ്ങനെ സിസ്റ്റർ ആനിമ ആദ്യമായി അവർ ചെയ്തത് മരത്തനിലയിൽ കൊച്ചു കൊച്ചു സ്കൂളുകൾ സ്ഥാപിച്ച് അവരെ ബോധവൽക്കരാക്കുക എന്നതായിരുന്നു. അവകാശങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. സേവന സമിതികൾ സ്ഥാപിച്ച് ലഘുവായ പലിശയ്ക്ക് പണം കൊടുക്കുന്ന പദ്ധതി ആരംഭിച്ചു. കൃഷി ആവശ്യങ്ങൾക്ക് ആവശ്യമായ വിത്ത്, വളം, കീടനാശിനി എന്നിവയെല്ലാം ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കൊടുത്ത് കൃഷിയെ സിസ്റ്റർ പ്രോത്സാഹിപ്പിച്ചു. അറിവിന്റെ വെളിച്ചത്തിലെ ഉദയനഗർ മാത്രമല്ല ഇൻഡോർ ജില്ല മുഴുവനും പ്രകാശിച്ചു തുടങ്ങി. അങ്ങനെ റാണി മരിയ ഇൻഡോറിന്റെ മുഴുവൻ റാണിയായി തീർന്നു. അങ്ങനെ 9 വർഷത്തെ ഉദയനഗറിലെ പാവങ്ങളെ തന്റെ പരിശ്രമം കൊണ്ട് സ്വയം പര്യാപ്തരാക്കി തീർത്തു. അങ്ങനെ 1992 ഇൻഡോർ ഉദയനഗറിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഇൻഡോറിൽ മുഴുവനും റാണിയുടെ പ്രവർത്തന ഫലമായി പ്രതീക്ഷയോടെ പുനരുദ്ധരിക്കപ്പെട്ടു. എന്നാൽ ജന്മിമാരും ബ്ലേഡുകാരും സിസ്റ്ററെ അങ്ങേയറ്റം വെറുത്തു. അങ്ങനെ സിസ്റ്റർ ആനു മരിയ അവരുടെ നോട്ടപ്പുള്ളിയായി തീർന്നു. പലപ്പോഴും അവരെ വധഭീഷണിയും സിസ്റ്ററിനെതിരെ മുഴക്കി. പക്ഷെ അതുകൊണ്ടൊന്നും ആ പ്രേക്ഷിതറാണിയായ ആ റാണി മരിയയുടെ തെല്ലും തളർത്താനായിട്ട് ഇടവന്നില്ല. മുഖം എപ്പോഴും പ്രസന്നവും പുഞ്ചിരിയും കുത്തും കുറഞ്ഞില്ലാത്ത സിസ്റ്റർ റാണി മരിയെ ചിരിക്കുന്ന സിസ്റ്റർ എന്ന ഇൻഡോർ റാണി എന്നൊക്കെയാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങള് ഇടയിൽ അറിയപ്പെട്ടിരുന്നത്. ഇതിനകം സിസ്റ്റർ ഇൻഡോറിന്റെ പാവങ്ങളുടെ അമ്മയായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദരിദ്ര മേഖല വെള്ളവും വെളിച്ചവും അവർക്ക് നേടിയെടുക്കാൻ പാലങ്ങളായിട്ട് എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി നടന്ന സേവന സമിതികളെ ശക്തിപ്പെടുത്തുകയും ക്രമേണ പാവപ്പെട്ട ഗ്രാമീണർ ജന്മിയുടെയും പണവ്യാപാരികൾ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി പടിപടിയായി അവർ പുരോഗമിച്ചുകൊണ്ട് അങ്ങനെ പട്ടിണി പാവങ്ങൾ സ്വയം പര്യാപ്തരായ കഴിവുള്ളവരായി അന്തസ്സുള്ള ഒരു ജീവിതം അവർ നയിച്ചു തുടങ്ങി. അങ്ങനെ സിസ്റ്ററുടെ സ്വന്തം ആത്മധൈര്യവും സർവശക്തിയുള്ള ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയവും വഴിയും സക്രാരി മുന്നിലെ ദീർഘസമയം പ്രാർത്ഥിച്ചത് മാത്രമേ സ്വന്തം ദൗത്യത്തിന് വേണ്ടി സിസ്റ്റർ റാണി മരിയ എന്നും ഇറങ്ങി തിരിച്ചിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോഴും ആ ദിവ്യനാഥനായ സക്രാരി മുന്നിലെ ചിലപ്പോൾ കണ്ണീരൊഴുക്കുകയും അങ്ങനെ ദീർഘനേരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ശീലം സിസ്റ്ററിനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യവും ഈശോയുടെ ആലോചന ചോദിച്ചുകൊണ്ട് ഓരോ കാര്യം തീരുമാനിക്കുകയും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുറകോട്ട് പോകുന്ന ഒരു ശീലവും സിസ്റ്ററിനില്ലായിരുന്നു. ജാതി മതഭേദമന്യേ അവൾ സിസ്റ്റർ എല്ലാവരെയും സ്നേഹിച്ചു. അവളുടെ കർമ്മകുശലത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. വിശുദ്ധര് ആയ എല്ലാ മനുഷ്യരും സാധാരണ നമ്മളെ പോലുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷേ മനുഷ്യ സഹജമായ ഈ പല
പ്രശ്നങ്ങളും അവർ സ്വന്തം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പോരാടി വിജയിച്ചവരാണ് വിശുദ്ധരെന്ന് പറയുന്നത്. ആരും ഈ ഭൂമിയിൽ വിശുദ്ധരായി ജനിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലുള്ള ബലഹീനതകളെയും കുറ്റങ്ങളെയും ഓർത്ത് നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ട് പിന്നോട്ട് പോകാതെ അതെല്ലാം ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അവനും അവൾക്കും വിശുദ്ധനാകാൻ സാധിക്കുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ള ഒരു ജാഗ്രതപൂർവ്വം പരിശ്രമിച്ചുകൊണ്ട് ഏത് പാപിക്കും വിശുദ്ധനാകാൻ സാധിക്കുമെന്ന് പല വിശുദ്ധരെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കും. സിസ്റ്റർ ആനിമറിയ മുഖ എപ്പോഴും പ്രസന്നമായ മനസ്സ് നിറയെ നന്മകളുമുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു സിസ്റ്റർ ആനിമരിയ. മനുഷ്യവംശത്തെ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയും ഈശോ കൊടുത്ത മോചന ദ്രവ്യം എന്തായിരുന്നു? ഈശോയുടെ അമൂല്യമായ ജീവൻ തന്നെ, അവസാനത്തുള്ളി രക്തം വരെ ഈശോ നമുക്ക് വേണ്ടി ചിന്തി കാൽവലിയിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. അതുപോലെ സിസ്റ്റർ ആദിവാസി സഹോദരങ്ങൾ ജന്മികളെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാൻ ആനിമരിക്ക് കുടിക്കേണ്ടി വന്ന മോചനദ്രവ്യം മറ്റൊന്നുമല്ല, അത് അവസാനത്തുള്ളി രക്തം വരെ സ്വന്തം ജീവൻ തന്നെയായിരുന്നു സിസ്റ്ററിന് കൊടുക്കേണ്ടി വന്ന വില. സിസ്റ്റർ ഒരു കാര്യം വളരെ ആത്മാർത്ഥമായി മനസ്സിലാക്കി. ഭൗതിക നേട്ടങ്ങളെക്കാൾ ജനങ്ങളെ ദാഹിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു ബോധ്യം സിസ്റ്ററിനുണ്ടായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ്, സ്നേഹമാണ്, നീതിയാണ്, കരുണയാണ്. ഈ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ശബ്ദമുയർത്താൻ മാത്രം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരാകുകയുള്ളൂ എന്നാണ് സിസ്റ്റർ ആനിമരിയ നമ്മോട് ആവശ്യപ്പെടുന്നത്. ആ കരുത്തുറ്റ കന്യാസ്ത്രീയുടെ പ്രേക്ഷിത തീഷ്ണ വഴിയും സേവന ചാതുര്യം വഴിയും വടക്കേ ഇന്ത്യ മുഴുവനും പ്രേക്ഷിത ചൈതന്യം കൊണ്ട് നിറഞ്ഞു പ്രകാശിച്ചു. അങ്ങനെ പട്ടിണിഭാവങ്ങൾ, സ്വയം പര്യാപ്തരായ നിരക്ഷരരും കാര്യക്ഷമമുള്ളവരും ആദിവാസി ഗിരിവരക്കാരുടെ അന്തസ്സ് ഉള്ള മനുഷ്യരായിട്ട് അവർ ജീവിക്കാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ എല്ലാം പിന്നിലെ സിസ്റ്റർ ആനിമരിയയുടെ കരുത്തുറ്റ കൈകളായിരുന്നു. അങ്ങനെ സിസ്റ്റർ അവരുടെ ബദ്ധശത്രുവും കണ്ണിലെ കരടായി തീരുകയും തങ്ങളുടെ കള്ളക്കച്ചവടങ്ങളെ നഷ്ടത്തിലേക്ക് എത്തുന്ന ഇവളെ ഒന്നുകിൽ കൊന്നു കളയുകയും ചെയ്യണമെന്ന് അവർ മനസ്സിൽ തീരുമാനിച്ചു. അവർ വധഭീഷണിയൊക്കെ മുടക്കിയിട്ടും സിസ്റ്റർ ആനിമരിയ ഭയന്ന് പിന്തിരിഞ്ഞു പോയില്ല. അങ്ങനെ സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും കരുണയ്ക്കും വേണ്ടിയും ദാഹിച്ചു പൊരിഞ്ഞ ആ ജനത്തിന് വേണ്ടി 20 വർഷം കാലം നീണ്ട പോരാട്ടം സിസ്റ്റർ നടത്തി സ്വന്തം ജീവിതത്തിലൂടെ. വിശുദ്ധ മാർക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് സേവിക്കപ്പെടാനല്ല സേവിക്കാനാണ്, അതെ അനേകർക്ക് സ്വജീവൻ മോചനദ്രവ്യമായി നൽകാൻ വേണ്ടിയാണ്. അങ്ങനെ സിസ്റ്ററിൻ്റെ ഉള്ളിലുള്ള ദൈവസാന്നിധ്യം അവർ അറിയുകയും അങ്ങനെ ആത്മീയ സന്തോഷം അനുഭവിക്കുകയും അധ്വാനത്തിലൂടെ അറിവിലൂടെ അന്തസ്സുള്ള ജീവൻ നയിക്കാനായിട്ട് അവർ ഒരുക്കിയെടുക്കുകയും ചെയ്തു. സ്വന്തം സ്വയം സമർപ്പണത്തിലൂടെ അവൾ കഠിനമായ അധ്വാനം കാഴ്ചവെച്ചുകൊണ്ട് തൻ്റെ ദിവ്യമനവാളനായ ഈശോയെ പോലെ ദരിദ്രരോടും സുവിശേഷം പ്രസംഗിച്ചു. രക്ഷകനായ ഈശോയെ അവർക്ക് ഓരോരുത്തർക്കും കാട്ടിക്കൊടുത്തു. സത്യത്തിനും നീതിക്ക് വേണ്ടിയുള്ള ഉറച്ചുള്ള ഒരു പോരാട്ടം അവൾ നടത്തി. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇതേപോലെ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് സിസ്റ്റർ ആനിമരിയ നമ്മോട് പറയുന്നത്. അതിനുവേണ്ടി വീരോടെ പോരാടുകയും തീർച്ചയായും വിജയം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ വശത്തായി തീരും.
ഓരോരുത്തരും എന്തെങ്കിലും കാരണം കൊണ്ട് വീണു പോയാൽ അവിടെ കിടക്കാതെ ചാടി എഴുന്നേറ്റ് മുന്നോട്ട് കുതിക്കണമെന്നാണ് സിസ്റ്റർ ആനിമരിയ നമുക്കൊന്ന് മുന്നിൽ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. അങ്ങനെ സഭാസംബന്ധമായ പല ദൗത്യങ്ങളും കൂടിയും സിസ്റ്റർ ആനിമരിയയ്ക്ക് പ്രൊവിൻഷ്യൽ കൗൺസിലറായിട്ട് സിസ്റ്റർ ആനിമരിയ തിരഞ്ഞെടുക്കപ്പെട്ടു. വടക്കേന്ത്യയിലെ പല മഠങ്ങളിലേക്കും പലപ്പോഴും അതുകൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവിടുന്ന് ഭോപ്പാലിലേക്ക് പിന്നീട് കേരളത്തിലെത്തുമ്പോൾ പ്രിയപ്പെട്ട അമ്മയും അപ്പനെയും അച്ഛനെയും കണ്ട് ഒരേ നാളായി അവരെ കണ്ടിട്ട് വന്ന് തിരിച്ചു വരണമെന്ന് വിചാരിച്ചുകൊണ്ട് സിസ്റ്റർ ആനിമരിയ എല്ലാം നാട്ടിലേക്ക് യാത്ര തിരിക്കാനായിട്ട് പലയിടങ്ങളിൽ യാത്ര ചെയ്ത സാധനങ്ങളെല്ലാം ബാഗിൽ ഒതുക്കിക്കൊണ്ട് തൻ്റെ ദൗത്യങ്ങളെല്ലാം മറ്റുള്ള സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് 1994 ഫെബ്രുവരി 24 ഉരിങ്ങൂർ ഞാനും കഴിഞ്ഞ ഒരു സിസ്റ്റർ തെരേസ മഠത്തിൽ വന്നെത്തി. വൈകുന്നേരം എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ ധ്യാന അവസരങ്ങളിൽ അക്കൂട്ടിലൊരു സിസ്റ്റർ തെരേസ തനിക്കുണ്ടായ ദർശനം അറിയിച്ചു. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എനിക്കൊരു ദർശനമുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടാകുമെന്ന് ആ സിസ്റ്റർ വെളിപ്പെടുത്തി. 1995 ഫെബ്രുവരി 25 ശനിയാഴ്ച ഒന്നാം സിസ്റ്ററാണ് എനിക്ക് ഇൻഡോറിലേക്ക് പോകേണ്ടത്. പ്രഭാതത്തിൽ തന്നെ അവള് ഉണർന്ന് വിശുദ്ധ കുർബാനയെ സന്നിധിയിൽ ഏറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ച് പ്രത്യേകിച്ച് തൻ്റെ എല്ലാ പാവങ്ങളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണത്തിന് ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് മദറിനെ സ്തുതി ചൊല്ലി എൻ്റെ സഹോദരിമാരെ കൂട്ടിക്കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. കപിൽ എന്നൊരു ബസ്സിൽ 8 മണിക്ക് സിസ്റ്റർ അതിൽ കയറുകയും ആ ബസ്സിലെ യാത്ര ആരംഭിക്കുകയും ചെയ്തു. ശത്രുക്കളുടെ വിദ്വേഷം അവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് അവസാനത്തെ ഒരു കാൽവരി യാത്രയാണെന്നുള്ളത് സിസ്റ്റർ റാണിമാരി ഒരിക്കലും അറിഞ്ഞില്ല. സമുദ്ര സിംഗ് എന്ന ഒരു വ്യക്തിയും പാടകക്കോയിൽ തൊട്ട അടുത്ത സീറ്റിൽ ഇരിപ്പുണ്ട്. ജീവൻ സിംഗും ധർമ്മേന്ദ്ര സിംഗും യാത്രക്കിടയിൽ അവിടെയുണ്ട്. അങ്ങനെ സിസ്റ്റർ സീറ്റിലിരുന്നു കൊണ്ട് ബസ്സിൽ കയറി ഉടൻ തന്നെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചിരിക്കുന്ന മുഖത്തോടെ അവൾ യാത്ര ആരംഭിച്ചു. പ്രഭാതത്തിലും നടന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലും മുന്നിലേറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവപിതാവിൻ തൃക്കരങ്ങളിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ദൈവം അറിയാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് സിസ്റ്റർ ആനിമരിയ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പർവ്വതങ്ങൾ അടിവാരത്തിലൂടെയാണ് ആ റോഡ്. ചുറ്റും ജനവാസമില്ലാത്ത ഘോരവനങ്ങളായിരുന്നു ബസ് പോയിരുന്നത്. ഇത് തന്നെ തക്ക അവസരമെന്ന് ജീവൻ സിംഗ് ചിന്തിച്ചു.
അങ്ങനെ വഴിയരികിലായിട്ട് ഒരു ശിലാപ്രതിഷ്ഠ കണ്ട് ജീവൻ സിംഗ് ആംഗ്യം കാണിച്ച ബസ് ബെല്ലടിച്ച് വണ്ടി നിർത്തി. ആ 3 പേരും അവിടെ ഇറങ്ങി ദേവതയ്ക്ക് പൂജ അർപ്പിക്കാനായിട്ട് പൊതിച്ച തേങ്ങ സമുദ്ര സിംഗ് ശിലയിൽ ഉടച്ചു. അങ്ങനെ മധുര നീര് ദേവതയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ ബസ്സിൽ കയറി യഥാസ്ഥാനങ്ങളിൽ ഇരുന്നു. അങ്ങനെ തേങ്ങപ്പുളി എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒത്തും അയാൾ വൈകിയിൽ അയാൾ ഒളിച്ചു വെച്ചിരുന്ന കത്തിയും കയ്യിലെടുത്ത് പിൻസീറ്റിൽ അധികമാരും കാണുകയില്ല കത്തിമുന റാണിമാരെ മുഖത്തേക്ക് ആഞ്ഞു തറച്ചു. ഇന്ന് അയാൾ വാടക കൊലയാളിയായിട്ടാണ്. അയാൾ കടവര സിസ്റ്ററുടെ മുഖത്തേക്ക് ആഞ്ഞു കുത്തി. ജീവൻ സിംഗ് ആകത്തെ കൊലയാളിയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. വേദന കൊണ്ട് സിസ്റ്റർ റാണി മരിയ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്തീശോയെ എന്ന കരച്ചിൽ കേട്ട് എല്ലാവരും പുറകോട്ട് തിരിഞ്ഞു നോക്കി. സിസ്റ്ററിന്റെ മുഖത്ത് കൂടി രക്തം ഒഴുകുകയായിരുന്നു. ബസ്സിലാകെ കൂട്ട നിലവിളിയായി. തടയാനെത്തിയവരെ അയാൾ കത്തികാറ്റി ഭീഷണിപ്പെടുത്തി. ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ എല്ലാവരും ബസ്സിൽ നിന്ന് ഓടിയിറങ്ങി. കൊലയാളികൾ സിസ്റ്ററിനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി തിരിച്ചും മറിച്ചും വിട്ട് വീണ്ടും വീണ്ടും കുത്തി. അങ്ങനെ ഓരോ കുത്തിനും സിസ്റ്റർ ഈശോ ഈശോ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ചെറുപ്പത്തിലെ വല്യമ്മച്ചി പരിശീലിപ്പിച്ച യേശുനാമം എന്നുള്ള ജപം ഏതാണ്ട് 50ഓളം കുത്തുകൾ രക്തം 4 ഭാഗത്തേക്ക് ചീറ്റി. അങ്ങനെ സിസ്റ്റർ റാണി മരിയ ഈശോ എന്ന് നാം ഉച്ചരിച്ചുകൊണ്ട് അന്ത്യശ്വാസം വിളിച്ചു. മരണം ഉറപ്പുവരുത്തിയ ശേഷം കൊലയാളി കൊടുങ്കാറ്റിലേക്ക് ഓടി മറഞ്ഞു. എന്തു ചെയ്യുന്ന അറിയാതെ ഡ്രൈവറും കണ്ടക്ടറും വിഷമിച്ചും അവർ അടുത്ത പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ചും പോലീസുകാർ ഉദയനഗർ പോലീസ് സ്റ്റേഷനിലെയും യാത്രക്കാരിൽ കുറച്ചുപേർ മാത്രം തിരിച്ചെത്തി. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ എന്നെ വെറുത്തെങ്കിൽ നിങ്ങളെയും വെറുക്കും, എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്നുള്ള വചനം അനുസിസ്റ്റർ ജീവിതത്തിൽ നിറവേറി. അങ്ങനെ ഉദയനഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കോൺവെന്റിലേക്ക് ഫോൺ കോൾ വരികയും മദർ ആ ഫോൺ എടുത്തുകൊണ്ട് നിങ്ങൾ സിസ്റ്ററിനെ ആരോ കൊലപ്പെടുത്തിയെന്നും ശരീരം നാച്ചമ്പൂർ താഴ്വരയിൽ ഉണ്ടെന്നും വേഗം പോയി കൊണ്ടുവരിക എന്നും അവർ ഫോണിലൂടെ അറിയിച്ചു. മദർ ഡോക്ടർ ജോസഫിനെ ഫോണിൽ വിവരം അറിയിക്കുകയും ഡോക്ടർ കാറുമായി വന്ന് അവർ നെച്ചമ്പൂർ താഴ്വര ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. അവർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇൻഡോർ ഉപദേശനും കുറെ വൈദികരും അവിടെ എത്തുകയായിരുന്നു. അവർ രക്തസാക്ഷിയുടെ പാവനമായ ശരീരം ബസ്സിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആ 26-ാം തീയതി ഒരു വലിയ പ്രതിഷേധ റാലി നടത്തി.
നാനാജാതി മതസ്ഥരായ അനേകം ആയിരങ്ങള് ആ റാലിയിൽ പങ്കെടുത്തു. സിസ്റ്റർ ആനമരി കൊലപ്പെടുത്തിയ ശേഷം കൊലയാളികളും കാട്ടിലോടി ഒളിച്ചെങ്കിലും പോലീസുകാർ കുറ്റക്കാരെ അന്വേഷിച്ചിറങ്ങി. അന്ന് തന്നെ ധർമ്മേന്ദ്ര സിംഗ് അറസ്റ്റിലാക്കപ്പെട്ടു. മറ്റു കുറ്റവാളികളുടെ പേര് പറഞ്ഞു കൊടുത്തത് അയാളാണ്. കൊല നടത്തിയ സമുന്ദർ സിംഗ് മലയുടെ അടിവാരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസ് അയാളും പിടികൂടി. സിസ്റ്റർ ആനമരിയെ ചങ്ക് കുത്തി പിളർന്ന കത്തി വീട്ടിൽ നിന്ന് കണ്ടെത്തി. ഒപ്പം രക്തത്തിൽ കുതിർന്ന അയാളുടെ വസ്ത്രങ്ങളും. കുറ്റം സമ്മതിച്ചോടെ അയാൾ ജയിലിലാക്കപ്പെടുകയും ചെയ്തു. അയാൾ ഒരു വാടക കൊലയാളിയായിരുന്നു. കൊലപാതകത്തിന്റെ സൂത്രധാരനായിട്ട് ധർമ്മേന്ദ്രനും ജീവൻ സിംഗും, അങ്ങനെ അവരും ജയിലിലായി. ലോകരക്ഷയ്ക്ക് വേണ്ടി പീഡനമേറ്റ് മരിച്ച ദിവ്യനാഥനെ പോലെ സിസ്റ്റർ റാണിമരിയും 20 ഗ്രാമങ്ങളിലുള്ള തന്റെ പ്രിയപ്പെട്ട ദരിദ്രമക്കൾക്ക് വേണ്ടി പീഡനങ്ങളേറ്റ് മരിച്ചു. അവസാനം വരെ ഉച്ചരിച്ച വാക്ക് ഈശോ ഈശോ എന്ന നാമമാണ്. രക്തസാക്ഷി മകുടം ചൂടാനായിട്ട് അവൾ കൃപയും ബലവും ദൈവം നൽകുകയും ചെയ്തു. 1995 ഫെബ്രുവരി 21 പ്രേക്ഷിതരുടെ മൃതദേഹവുമായിട്ട് അവര് ഉദയനഗറിലേക്ക് വിലാപയാത്ര നടത്തി. ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട് അവിടെ എത്താനായിട്ട്. അങ്ങനെ ഉദയനഗറിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവൾ ജീവിച്ചതും മരിച്ചതും അധ്വാനിച്ചതും. അതുകൊണ്ട് അവിടെ ആ സഹന പുത്രിയുടെ സഹനബലി പൂർത്തിയാക്കിയ സിസ്റ്ററിന്റെ 125 വാഹനങ്ങൾ അകമ്പടിയോടെ മൃതദേഹം വിലാപയാത്ര ആരംഭിക്കുകയും ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ വഴിയോരങ്ങളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ആ റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ 6 മണിക്കൂർ ദീർഘിച്ച വിലാപയാത്ര സിസ്റ്റർ ആനിമര അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന്റെ 3 കിലോമീറ്റർ അകലെ എല്ലാ വാഹനങ്ങളിൽ നിന്നും പിന്നീട് കാലയാത്രയായിട്ട് ആ പുണ്യശരീരം വായിച്ചുകൊണ്ട് ആദിവാസി മക്കൾ തന്നെയായിരുന്നു. അങ്ങനെ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ശേഷം ആ രക്തസാക്ഷിയായ സിസ്റ്ററുടെ ഭൗതിക ശരീരം ദേവാലയം മുറ്റത്ത് തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ സംസ്കരിച്ചു. പിന്നെ അനുശോചന സമ്മേളനവും അവിടെ നടക്കപ്പെടുകയും ചെയ്തു. ഇതിനൊക്കെല്ലാം ശേഷം സിസ്റ്റർ ആനിമരിയുടെ ജീവിതത്തിലെ ക്ഷമിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഒരു മാതൃക അവരുടെ സിസ്റ്ററുടെ കുടുംബത്തിൽ സംഭവിച്ചു. സ്വർഗീയ പിതാവിന്റെ ഒരു സ്വഭാവമാണ് ക്ഷമിക്കുന്ന സ്നേഹം. ഉപമയിൽ നാം കാണുന്ന സ്നേഹമാണ്. നിങ്ങൾ തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്നായ പിതാവും നിങ്ങളോട് ക്ഷമിക്കുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മളെല്ലാവരും മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന വ്യക്തി എന്ന ഒരു സ്വഭാവമുള്ള വ്യക്തികളായിട്ട് നമ്മൾ തീരണം. സിസ്റ്റർ ആനിമരിയുടെ സഹോദരി സിസ്റ്റർ സൽമിയും
അതേ കോൺവെന്റിലെ ഒരു അംഗമായിരുന്നു. അങ്ങനെ കൊലയാളികളോട് ക്ഷമിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അവളിൽ മുളപൊട്ടി. അതെല്ലാം സിസ്റ്റർ ആനിമരിയ മധ്യസ്ഥം വഴിയായെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. മനുഷ്യന് അസാധ്യമായ ദൈവകൃപയാൽ അത് നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അന്നു മുതൽ ആ ഘാതകനായ ആ സമുദ്രസിംഗിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ക്ഷമ നൽകാനായിട്ട് അവർ കാത്തിരുന്നു. നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം നരസിംഹപൂരിലെ സച്ചിദാനാശ്രമത്തിലെ അംഗമായ ഫാദർ സദാനന്ദന് ജയിൽവാസികളുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന സന്യാസ വൈദികനായിരുന്നു അദ്ദേഹം. ഇൻഡോർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സമുദ്ര സിംഗിനെ ഇടയ്ക്കിടെ സന്ദർശിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ വൈദികൻ ചെയ്ത കുറ്റത്തിന്റെ കാഠിന്യം അയാളെ ബോധ്യപ്പെടുത്തി. ക്ഷമയുടെ ആ ഒരു സൗന്ദര്യം ആ സിസ്റ്റർ സെൽവിയെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. 2002 ആഗസ്റ്റ് 21 സിസ്റ്റർ ഏതാനും സിസ്റ്റേഴ്സും കുട്ടി ഫാദർ സദാനന്ദനും ഓരോടൊപ്പമുണ്ട്. ക്ഷമിക്കുന്ന സ്നേഹം കൊലയാളിക്ക് കൊടുക്കാനുള്ള ആഗ്രഹം അവർ പരിശുദ്ധ പിതാവ് അവരുടെ ആ ബിഷപ്പിനെ അറിയിച്ചു. അന്നത്തെ ദിവസം രാഖി ബന്ധന ദിനമായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ അനുവദിച്ച ദിവസമായിരുന്നു. അവര് വന്ധ്യപിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോട് അവർ ജയിലിലെത്തി. സമുദ്ര സിംഗിനെ സിസ്റ്റർ ആനിമരിയുടെ ഘാതകനെ അവരെ മുന്നിൽ കൊണ്ടുവന്നു. ചെയ്തു പോയ തെറ്റിന്റെ കാര്യം ഓർത്ത് അവരുടെ പശ്ചാത്തലത്തിന്റെ നിലയ്ക്കാത്ത കണ്ണുനീര് ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ കയ്യിൽ രാഖി കെട്ടാനായിട്ട് സഹോദരനായിട്ട് സ്വയം സ്വീകരിക്കാനായിട്ട് സിസ്റ്റർ സെൽവിക്ക് സാധിച്ചു. കൈത്തണ്ടയിൽ സ്നേഹത്തിന്റെ പ്രത്യേകമായിട്ട് രാഖി ബന്ധിച്ചു. കത്തിപിടിച്ച ആ കൈപ്പത്തിയിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആ ചുംബനങ്ങള് സിസ്റ്റർ സെൽവി അർപ്പിച്ചു. സമുന്ദർ ആ സിസ്റ്ററിനെ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ എന്ന് വികാര നിർഭരമായും അവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരുന്ന ആ വ്യക്തിയെ സിസ്റ്റർ ആനിമരിയുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ഇടപെടൽ മൂലം ജയിൽ മോചിതനായിത്തീർന്നു. ആനിമരി കുടുംബാംഗങ്ങളെ സമുദ്ര സിംഗിനെ കൊലയാളി ജയിലിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഉന്നത പോലീസ് അധികാരികളോട് അപേക്ഷിച്ചിരുന്നു. രണ്ടായിരത്തി ആ ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ റാണി മരിയയുടെ പുല്ലുവഴിയിലുള്ള വറ്റാലിയൻ കുടുംബത്തിലെ ആ സമുദ്ര സിംഗ് എത്തി. നിഷ്ഠൂരമായി തൻ്റെ മകളെ സഹോദരിയെ കൊലപ്പെടുത്തിയ ആ വ്യക്തിയെ ദൂർത്തുപുത്രൻ്റെ തിരിച്ചു വരിക പോലെ അവർക്ക് രാഖി ബന്ധനത്തിലൂടെ അയാളുടെ കുടുംബത്തിലെ അംഗമായി
അവർ സ്വീകരിച്ചിരുന്നു. ഒത്തിരി സ്നേഹത്തോടെയാണ് ആ സമുദ്ര സിംഗിനെ അയാൾ വീട്ടിൽ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തത്. അങ്ങനെ സമുദ്ര സിംഗ് രോഗിയായ പിതാവിൻ്റെ കാൽക്കൽ വീണ്ടും കെട്ടിപ്പിടിച്ച് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ അപേക്ഷിച്ചു. ചെയ്ത പാപങ്ങളെല്ലാം പരിഹാരം ചെയ്ത് ആ സമുദ്ര സിംഗിൻ്റെ തലയിൽ ശിരസിൽ കൈവച്ചുകൊണ്ട് റാണി മരിയുടെ അമ്മ എലീഷ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ജീവബന്ധ പരന്റെയും തടവിന് വിധിക്കപ്പെട്ട സമുദ്ര സിംഗം ജയിൽ മോചനായി തീരുകയും ആ കുടുംബ കൂട്ടായ്മ മേഖലയിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു അംഗമായി തീരുകയും ചെയ്തു. വിശുദ്ധ ലൂക്കായ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അനുതാപം ആവശ്യമില്ലാത്ത 93 നീതിമാരെ എന്നതിനേക്കാൾ ആനന്ദിപ്പിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിലേറെ സന്തോഷമുണ്ടാകും എന്നുള്ള ആ തിരുവചനം അങ്ങനെ അവർ നിറവേറി. സിസ്റ്റർ റാണി മരിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് സഭ പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്നേഹത്തിൻ്റെ പാതയിൽ എല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുന്ന ഒരു ജീവിതം നയിച്ച സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകുന്നു. നമുക്കും സിസ്റ്റർ റാണി മരിയെ പോലെ മറ്റുള്ളവരിൽ ഈശോയെ കാണാനും അനാഥ വിധവകളും പാവപ്പെട്ടവരിലും എല്ലാം ഈശോയെ കാണാനും അവരിലെല്ലാം ഈശോയുടെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കാനായിട്ട് അവർക്ക് വചനം പ്രസംഗിക്കാനായിട്ട് സ്വന്തം രക്തം ജീവൻ പോലും ബലികഴിച്ച് അവരെ സ്നേഹിച്ച ആ സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ള ആ വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം നമുക്കും ഒരു മാതൃകയാണ്. നവംബർ 4 അവളെ സിസ്റ്റർ റാണി മരിയെ രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിക്കുകയും സിസ്റ്റർ റാണി മരിയയുടെ മധ്യസ്ഥയിൽ ഒന്നിന് പുറകെ ഒന്ന് പല അത്ഭുതങ്ങൾ നടക്കുകയും അവളെ ക്രൂരമായി കൊന്ന സമുദ്ര സിംഗ് മാനസാന്തരപ്പെടുകയും ചെയ്ത സംഭവങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃക നൽകി. സിസ്റ്റർ റാണി മരിയയുടെ നാമ നടപടി ആരംഭിക്കുകയും 2017 നവംബർ 4-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ റാണി മരിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്കും സിസ്റ്ററിനെ പോലെ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ദൈവസ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നിറഞ്ഞ വ്യക്തികളായിട്ട് തീരാനായിട്ട് എല്ലാവരും ക്ഷമിച്ചുകൊണ്ട് എല്ലാവരെയും ഈശോയിലേക്ക് ആനയിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയും ദരിദ്രർക്ക് വേണ്ടിയും അവരിലെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവർക്ക് സേവനം ചെയ്യുവാനും അങ്ങനെ സിസ്റ്ററുടെ ആ ഒരു മിഷണറി പ്രവർത്തനം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമായി തീരുവാനും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെ ഈശോയെ പൂർണ്ണമായി സമർപ്പിച്ച് ഈശോയുടെ ആ ഒരു ത്യാഗനിർമ്മലമായ ജീവിതം നയിക്കാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ